അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സുഹൃത്ത്. പേരെന്താണ്? എൻ്റെ പേര് സഞ്ജയ്. സഞ്ജയ് അല്ലേ? ഇപ്പോൾ പഠിക്കുന്നുണ്ടോ? പഠിക്കുകയാണ്. ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ഗവൺമെൻറ് കോളേജ്. മലപ്പുറത്തല്ലേ? എന്തൊക്കെ വാദ്യോപകരണമാണ് നിങ്ങൾ വായിക്കുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ 7ാം ക്ലാസ് തൊട്ട് ചെണ്ട പഠിക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ചെണ്ട ഏതാ പഠിക്കുന്നത്? ചെണ്ട മേളം. മേളം അല്ലേ? മേളങ്ങളാണ് പഠിക്കുന്നത്. അതിൽ ശിങ്കാരി മേളം ഉണ്ടോ? ശിങ്കാരി മേളമല്ല, മേളം മാത്രമല്ലേ? അമ്പലങ്ങളിൽ കൊട്ടുന്ന മേളങ്ങളല്ലേ? ആരാ ആശാനക്കാരാ? ആശാന് കൊയിലാണ്ടിയുള്ളതാണ്. പേരെന്താ? സിനീഷ്. ഉള്ളിയല്ലേ? അപ്പോൾ ക്ലാസ് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല, അത് ക്ലാസ് കഴിയില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അല്ലേ? ഇവിടെ ഫ്ലൂട്ടൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയത് ഓൺലൈനിൽ മേടിച്ചോ? അത് ഞങ്ങൾ ഉണ്ടാക്കിയതുണ്ട്, ഒരു 3 വാങ്ങിയതുണ്ട്. ആണല്ലേ? ഓ, ഇതിലേതാ നിങ്ങൾ ഉണ്ടാക്കിയ ഫ്ലൂട്ട് ഏതാ? ഇത് രണ്ടും ഞങ്ങൾ ഉണ്ടാക്കിയത് കുറച്ച് മുന്നേ ഭ്രാന്തിലിരുന്ന് ഉണ്ടാക്കിയതാണ്. അതൊരു ഭ്രാന്തിലല്ലേ? അത് ശരി. ഇത് എന്ത് സംഭവം? ഇത് മുളയാണോ അത് ഓടേ? ഇത് ഓട. ഒന്ന് പൊക്കി പിടിച്ചോട്ടെ. ഇത് വായിക്കാൻ പറ്റുമോ? ഇത് വായിച്ചിട്ട് കുറേ നോക്കാം, ശ്രമിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് വായിക്കാം, സമയമുണ്ട്. അപ്പോൾ വീട്ടിലാരൊക്കെ ശരിക്ക്? വീട്ടിൽ അച്ഛനമ്മ, പിന്നെ ഒരു അനിയത്തി ഉണ്ട്, ഏട്ടനുണ്ട്. ആണല്ലേ? അച്ഛൻ്റെ പേരെന്താ? അച്ഛൻ്റെ പേര് ശ്രീനിവാസൻ. ശ്രീനിവാസല്ലേ? അമ്മ? വിനോദിനി. പിന്നെ ഏട്ടനോ? ഏട്ടൻ അക്ഷയ്, പെങ്ങള് അവന്തിക. അക്ഷയ് എന്താ ചെയ്യണേ? അക്ഷയ് ഇപ്പോൾ ഡിഗ്രി 4th ഇയർ ഡിഗ്രി കഴിഞ്ഞു, BFA പഠിച്ചു. ഇപ്പം കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. BFA പറയുമ്പോൾ എന്താണ് ഇത്? ബാച്ചിലർ ഓഫ് ഫൈനാൻസ് അല്ലേ? അതെവിടെയാ? അത് തൃശ്ശൂർ തന്നെ. തൃശ്ശൂരിലെ? അനിയത്തിയോ? അനിയത്തി ഇപ്പോൾ 5ാം ക്ലാസ്സിലേക്ക് കയറാണ്. ആണല്ലേ? അമ്മയുടെ പേര്? അമ്മൻ്റെ പേര് വിനോദിനി. വിനോദിൻ്റെ. അമ്മ എന്ത് ചെയ്യണേ? അമ്മ ഒരു വീട്ടിൽ പണിക്ക് പോകാൻ. ഓ, ഐശ്വര്യല്ലേ? ഓക്കെ. ഈ ഇടയ്ക്ക് ആരോ വൈറലായല്ലോ, നിങ്ങളുടെ സുഹൃത്ത്. ആരാണ് ശരിക്കത്? എൻ്റെ കസിനാണ്. കസിനല്ലേ? വല്യമ്മനുമാണ്. പേരെന്താ? ആരോമല്ലേ? എങ്ങനെ ആരോമലായിട്ട് പാട്ടൊക്കെ പാടാറുണ്ടോ? ഞങ്ങൾ ഇടയ്ക്കിരിക്കും, ഫ്ലൂട്ട്, ഗിറ്റാർ അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് പാട്ട് പാടും, അങ്ങനെ ഇരിക്കില്ല. ആണല്ലേ? ശരിക്ക് ഫ്ലൂട്ട് പഠിച്ചിട്ടുണ്ടോ സഞ്ജയ്? ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ യൂട്യൂബ് നോക്കി കഴിയുന്ന പോലെ നോക്കി. ആണല്ലേ? ഞാനിങ്ങനെ കണ്ടു ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു വീഡിയോസ്. അപ്പോൾ ഇങ്ങനെ ഒരു സഞ്ജയ് പാടുന്നൊരു വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളാരും പഠിച്ചിട്ടല്ല, പക്ഷെ നമ്മളിങ്ങനെ കണ്ടപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഫ്ലൂട്ട് പഠിച്ചില്ലല്ലേ? ഇല്ല, പഠിച്ചിട്ടില്ല. ആണല്ലേ? ഓക്കെ. അപ്പോൾ എന്നാൽ നമുക്ക് ആളുകൾ കേൾക്കണമല്ലോ സഞ്ജയുടെ പാട്ട്. നമുക്കൊരു 2-3 പാട്ട് കേൾക്കാം അല്ലേ? ഓക്കെ. സഞ്ജയുടെ ആഗ്രഹം എന്താണ് ശരിക്ക്? ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, എന്താ ശരിക്കും ആഗ്രഹം? എന്ത് കലാപരമായിട്ട് എന്താ ആഗ്രഹം? ഏത് ഫീൽഡാണ്? ഞാൻ ഈ കലൻ്റെ ഫീൽഡ് തന്നെ, മ്യൂസിക് കാര്യങ്ങളായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കയറി പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആണല്ലേ? അപ്പോൾ അങ്ങനെ കോളേജിലൊക്കെ പ്രോഗ്രാം ചെയ്യാറുണ്ടോ? കോളേജിൽ ഇടയ്ക്ക് പ്രോഗ്രാമുകൾ വരുമ്പോൾ ഞാനും കയറും, സ്റ്റേജ് കിട്ടുന്ന യൂസ് ചെയ്യുന്നുണ്ട്. ആണല്ലേ? ശരിക്കും എന്തെങ്കിലും വേറെ ബാൻഡ് എന്തെങ്കിലും ഉണ്ടോ? മ്യൂസിക് ബാൻഡ്? ഇപ്പോൾ ഞങ്ങളൊരു നാടൻ പാട്ടിൻ്റെ ബാൻഡ് ഉണ്ട്, കുഴിയമ്പറമ്പ് എന്ന സ്ഥലത്ത് ഇടം മ്യൂസിക് ബാൻഡ് എന്നുള്ളൊരു ബാൻഡ് ഉണ്ട്. ഇടം മ്യൂസിക് ബാൻഡിലെ? നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങളൊരു 20-22 ആൾക്കാർ ഉണ്ട്. അല്ലേ? ഓ, അത് ശരി. ഓക്കെ. അപ്പോൾ നമുക്ക് ഫ്ലൂട്ട് ഒന്ന് പരിചയപ്പെടാം. ഇതിലേതാ നിങ്ങൾ ഓൺലൈനിൽ മേടിച്ചത്? ഓൺലൈനിൽ മേടിച്ചത് ഇതാണ്, പിന്നെ ഞങ്ങൾ ഷോപ്പിൽ പോയിട്ട് മേടിച്ചാണ് ഇത് രണ്ടോ. ആണല്ലേ? അപ്പോൾ ആദ്യം ഒന്ന് നോക്കട്ടെ, ഒന്ന് ഓൺലൈനിൽ മേടിച്ച ഫ്ലൂട്ട് എടുത്തേ നോക്കാമല്ലോ. ചുമ്മാ ഒന്ന് ഒരു സ്വരങ്ങൾ വായിച്ചതാണ്ടേ, സ്വരങ്ങളായിരിക്കും ഒന്ന്. അതിപ്പോൾ എന്താ വായിച്ച? എനിക്ക് മനസ്സിലായില്ല. അത് ജസ്റ്റ് വായിക്കാൻ പറഞ്ഞപ്പോൾ വായിച്ചു. നോക്കട്ടെ വെച്ചാട്ടെ. അത് സാപ്പാസയാണത്? ആണല്ലേ? അത് ശരി. ഓക്കെ. അതിൽ 1ാം കാലം ഉണ്ടോ ശരിക്കും മനസ്സിൽ? അതറിയോ? അങ്ങനെ എനിക്ക് അങ്ങനെ സംഗീതം വല്ലതും അറിയില്ല. ഓക്കെ. എന്തായാലും സഞ്ജയ് നമുക്ക് ഇന്നലെ പാട്ട് കേൾക്കാം. ഓക്കെ, സന്തോഷം.